ഇതാ നോക്കൂ, എന്തു വിശ്വസിച്ചാണ് നിങ്ങളെ ഇവിടെ നിന്നും കെ സുധാകരനെ കണ്ണൂരിൽ നിന്നും തെരഞ്ഞെടുത്ത് അയക്കേണ്ടത്? എപ്പോൾ വേണമെങ്കിലും ബി ജെ പിയിലേക്ക് പോകാം എന്നുള്ളത് ഈ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ബി ജെ പിയിലേക്ക് പോകാം എന്ന് വായിച്ചൂടെ? ഇതുതന്നെയാണ് CPM എല്ലാ കാലത്തും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാക്കന്മാരെ അവരെല്ലാം BJP-യിൽ പോകുന്നവരാണ് എന്ന തരത്തിലുള്ളൊരു പ്രചരണം മാത്രമാണ് ഇന്ന് ദേശീയതലത്തിൽ അല്ലെങ്കിൽ പ്രത്യേകിച്ച് കേരളത്തിൽ CPM-ന് മുന്നിൽ നിർത്താനുള്ളത്. മറ്റെന്ത് മുദ്രാവാക്യമാണ് പറയാനുള്ളത്? ഇപ്പൊ കേരളത്തിൽ നരേന്ദ്രമോദിയെ വിമർശിക്കുന്നതിനേക്കാളും അപ്പുറം മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ രാഹുൽ ഗാന്ധിയെ വിമർശിക്കുന്നു. എന്താണ് രാഹുൽ ഗാന്ധിയെ വിമർശിച്ച് രാഹുൽ ഗാന്ധിയെ അങ്ങനെ താഴ്ത്തിക്കെട്ടിയാൽ ഇന്ത്യയിലെ ജനങ്ങൾക്ക് ജനാധിപത്യം ആഗ്രഹിക്കുന്ന, മതേതരത്വത്തിൽ വിശ്വാസമുള്ള, ഇന്ത്യ ഐക്യത്തോട് നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഭാരതത്തിലെ വലിയൊരു വിഭാഗം ജനങ്ങളുണ്ട്. ഭാരത് ജോഡോ യാത്ര നടത്തിയപ്പോഴും ഭാരത് ജോഡോ ന്യായ് യാത്ര നടത്തിയപ്പോഴും അത് ഇന്ത്യയിലെ എല്ലാ ഭാഗത്തും കണ്ടതാണ്. അത്തരം ജനങ്ങളുടെ പ്രതീക്ഷയാണ് രാഹുൽ ഗാന്ധി. ഇവിടെ ഡൽഹിയിൽ പോയി കഴിഞ്ഞാൽ, മറ്റു സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അതല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ തണലിലാണ് CPM നിൽക്കുന്നത് എന്നത് മറന്നുപോകരുത്. ഇവിടെ പറഞ്ഞല്ലോ, രാഹുൽ ഗാന്ധി നിൽക്കുന്നത് കേരളത്തിലെ തണലിലാണ്. അത് അങ്ങനെയല്ല, അങ്ങനെ പറയാം. അത് ആയിക്കോട്ടെ, കേരളത്തിൽ ആരുടെ തണലിൽ? ആരുടെ തണലിൽ? ലീഗിന്റെ തണലിൽ, മുസ്ലിം ലീഗിന്റെ തണലിൽ. അങ്ങനെയാണോ? അല്ലേ? അല്ലെങ്കിൽ വയനാട്ടിൽ ഉറപ്പുള്ള വോട്ട് വേറെ എവിടെയാണ്? അത് ഇവിടെ CPM നടത്തുന്ന പ്രചരണത്തിന്റെ പങ്ക് പറ്റി നിങ്ങൾ നിൽക്കുന്നു എന്നുള്ളതാണ് സത്യം. കേരളത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത് ഏത് മുന്നണിയായാലും അല്ലെങ്കിൽ ഇടതുപക്ഷ മുന്നണിയായാലും ഈ മുന്നണി രാഷ്ട്രീയം കേരളത്തിൽ ഉണ്ടായിട്ട് വർഷങ്ങളായി. ആ മുന്നണി രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. അങ്ങനെ നിൽക്കുമ്പോൾ ഇന്ത്യയിൽ നരേന്ദ്രമോദിക്ക് എതിർക്കാൻ ഉയർന്നു വന്ന ജനങ്ങളുടെ പ്രതീക്ഷയായ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമ്പോൾ ആ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിക്കെതിരെ നിൽക്കാതെ മാറി നിന്നുകൊണ്ട് മാന്യത കാണിക്കേണ്ടത് ഇടതുപക്ഷമാണ്. എന്നാൽ ഇടതുപക്ഷം ചെയ്യുന്നത് രാഹുൽ ഗാന്ധിയെ വിമർശിക്കുന്നു, കോൺഗ്രസിനെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുന്നു. അത് ഇങ്ങനെ ജനാധിപത്യത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് കീഴിൽ രാജ്യത്തൊരു ബദൽശക്തി ഉണ്ടാകണമെന്നും ഭരണം മാറി വരണം എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന ജനങ്ങളെ തൃപ്തിപ്പെടുത്തുമോ എന്നതാണ് എന്റെ നേരിട്ടുള്ള ചോദ്യം. ഇതാണ്, കണ്ണൂരിലെ വോട്ടർമാർ കെ സുധാകരന് വോട്ട് ചെയ്യുമ്പോൾ എന്ത് വിശ്വസിച്ചാണ് വോട്ട് ചെയ്യേണ്ടത്? ഇത് കെ സുധാകരൻ പല ഘട്ടങ്ങളിലായി നടത്തിയ ദീർഘമായ പ്രസംഗങ്ങൾ, ആ പ്രസംഗങ്ങളിലെ 1, 2, 3 സെക്കൻഡ് മാത്രം എടുത്തിട്ടാണ് ഇവർ ഈ പ്രചരണം നടത്തുന്നത്. ശാഖയ്ക്ക് കാവൽ നിൽക്കാൻ പോകുന്ന കെ സുധാകരനെ എങ്ങനെയാണ് നരേന്ദ്രമോദിക്കെതിരായ പോരാട്ടത്തിൽ കണ്ണൂരിലെ വോട്ടർമാർ പിന്തുണയ്ക്കേണ്ടത്? ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞത്. CPM ഓരോ ഘട്ടത്തിലും നടത്തുന്ന പ്രചരണമാണിത്. ഈ പ്രചരണം നടത്തുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാര് ശ്രീമാൻ കെ സുധാകരനായാലും ഇപ്പോൾ നരേന്ദ്രമോദിക്കെതിരെ പാർലമെന്റിനകത്ത് ഏറ്റവും കൂടുതൽ ശബ്ദിച്ചത് കേരളത്തിലെ MP-മാരാണ്. പക്ഷേ കെ സുധാകരൻ അവിടെ ഉണ്ടായിരുന്നില്ല. 50% അറ്റൻഡൻസ്. കെ സുധാകരൻ പാർലമെന്റിനകത്ത് പോരാട്ടം നടത്തി സസ്പെൻഷൻ വാങ്ങിച്ച MP-ആണ്. നമ്മളത് ആലോചിക്കണം. അവിടെ പോരാട്ടം നടത്തേണ്ട, കൃത്യമായി പറയേണ്ട കാര്യങ്ങളിലൊക്കെ. പക്ഷേ അപ്പോഴും ഞാൻ മണ്ഡലത്തിലേക്കും സുധാകരന്റെ പെർഫോമൻസിലേക്ക് നമുക്ക് 2ാം റൗണ്ടിൽ വരാം.